നമസ്കാരം. വമ്പൻ റിലീസിംഗിന് ഒരുങ്ങിയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിൽ ഏറെ പ്രതീക്ഷകളാണ് ആരാധകർക്കുള്ളത്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാന മികവും കൂടിയാകുമ്പോൾ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. വാലിബനായി മോഹൻലാലിനെ കാണാൻ കാത്തിരിക്കാനാവില്ല എന്നാണ് സിനിമയുടെ ആരാധകർ വ്യക്തമാക്കുന്നത്. മലൈക്കോട്ടെ വാലിബന്റെ ആവേശം അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലും പ്രതിഫലിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ട്. മണിക്കൂറുകൾക്കുള്ളിൽ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ ടിക്കറ്റുകൾ പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ആരാധകർ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് എണ്ണം 1 ലക്ഷം കവിഞ്ഞു എന്നാണ് ബുക്ക് മൈ ഷോയുടെ കണക്കായി സാമൂഹ്യ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും റിലീസിന് മികച്ച കളക്ഷൻ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബന് ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്രത്തോളം വലിയ ഹൈപ്പാണ് ലഭിച്ചിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബൻ ഒരു തെന്നിന്ത്യൻ സിനിമയുടെ വലിയ റിലീസായിരിക്കും കാനഡയിൽ ചെയ്യുക എന്ന ഒരു റിപ്പോർട്ടിന്റെ ആവേശവും ആരാധകരിൽ നിറയുകയാണ്. കാനഡയിൽ ഏകദേശം 50-ലധികം പ്രദേശങ്ങളിലാകും ചിത്രം റിലീസ് ചെയ്യുക. കാനഡയിൽ ജനുവരി 24-ന് തന്നെ ചിത്രത്തിന്റെ പ്രീമിയർ സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് അന്നാട്ടിലെ ആരാധകരെ ആവേശത്തിലാക്കുന്നത്. മോഹൻലാൽ നായകനായെത്തുന്ന വാലിബൻ സിനിമ വൻ ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. GCC രാജ്യങ്ങളിൽ മാത്രമല്ല വിദേശത്തുള്ള 59 രാജ്യങ്ങളിൽ കൂടി വാലിബൻ റിലീസ് ചെയ്യും. GCC എണ്ണം കൂടി കൂട്ടിയാൽ 65 രാജ്യങ്ങളിൽ മോഹൻലാൽ ചിത്രം പ്രദർശനത്തിനെത്തും. ഈ ജോണറിലുള്ള ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വലിയൊരു ക്യാൻവാസിൽ ചെയ്ത മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ മുൻവിധികളില്ലാതെ ആസ്വദിക്കാൻ സാധിക്കുന്ന നല്ലൊരു സിനിമ എന്നാണ് മോഹൻലാൽ മലൈക്കോട്ടെ വാലിബനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാലഘട്ടങ്ങളോ ദേശവ്യത്യാസങ്ങളോ ഇല്ലാതെ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം മലൈക്കോട്ടെ വാലിബൻ ജനുവരി 25-നാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രണയവും വിരഹവും ദുഃഖവും അസൂയയും സന്തോഷവും പ്രതികാരവുമുള്ള ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാണ് സൂചന. സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്ന ഒരു വിശേഷണത്തോടെയുള്ള മലൈക്കോട്ടെ വാലിബനിൽ ഹരീഷ് പേരടി, കഥാനന്ദി, ഡാനിഷ് സെയ്ദ്, മണികണ്ഠൻ ആർ ആചാരി, സോണാലി കുൽക്കർണി, ഹരിപ്രശാന്ത് വർമ്മ, രാജീവ് പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു. തിരക്കഥ എഴുതുന്നത് PS റഫീഖാണ്. ഛായാഗ്രഹണം മധു നീലകണ്ഠനാണ്. സംഗീതം പ്രശാന്ത് പിള്ളയും. കേരളത്തിലെ അഡ്വാൻസ് റിസർവേഷൻ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇതുവരെ 2 കോടിക്കും 2.5 കോടിക്കും ഇടയിൽ റിലീസിന് മുമ്പ് നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 1549 ഷോകളിൽ നിന്നുള്ള നേട്ടമാണിത്. 2 ദിവസം കൂടിയുണ്ട്. റിലീസിന് ഈ ദിവസങ്ങളിലേക്ക് കണക്കൂടി ചേർക്കുമ്പോൾ വലിയൊരു ഓപ്പണിംഗ് മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കും. ഹൈപ്പിനകത്ത് സിനിമ പ്രതികരണങ്ങൾ നേടിയാൽ കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ അടുത്ത വിസ്മയമാകും വാലിബൻ എന്നാണ് വിലയിരുത്തൽ. 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട മോളിവുഡ് സിനിമാ പോസ്റ്റർ എന്ന ഖ്യാതിയും വാലിബൻ സ്വന്തമാക്കിയിരുന്നു. യോദ്ധാവിന്റെ ലുക്കിൽ കൈകളിൽ വടവുമായി മുട്ടുകുത്തി അലറി വിളിക്കുന്ന ലുക്കായിരുന്നു പോസ്റ്ററിലെ മോഹൻലാലിന്. അഭ്യൂഹങ്ങൾ പോലെ ഒരു ഗുസ്തിക്കാരൻ യോദ്ധാവിനെയൊക്കെ ഫസ്റ്റ് ലുക്ക് ധ്വനിപ്പിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ എത്തിയ ഫസ്റ്റ് ലുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർ ആഘോഷമാക്കുകയായിരുന്നു. മോഹൻലാലും ലിജോയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ. ലിജോ സംവിധാനം ചെയ്യുന്ന ഏറ്റവും മുതൽ മുടക്കേറിയ ചിത്രം കൂടിയാണിത്. മോഹൻലാലിനെ മാത്രമല്ല ഹരീഷ് പേരടി ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങളെയും ഗംഭീര മേക്ക് ഓവറിലാണ് സംവിധായകൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.